4 കിലോ മുകളിൽ സ്വർണം പോയി എന്ന് പറഞ്ഞാൽ അത് മോഷണമാണ്, അത് കളവാണ്. അപ്പോൾ കട്ടത് ആരാണ് എന്നുള്ളതാണ്. ഈ സ്വർണം കക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ സ്വർണം കക്കാൻ സാധിക്കുമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ നിൽക്കുന്നവർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന സ്വർണം ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? അയാൾ എങ്ങനെയാണ് ചെന്നൈയിൽ കൊണ്ടുപോയത്? ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇത് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. ബാംഗ്ലൂരിൽ ക്ഷേത്രത്തിൽ ഇത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇയാൾക്കാണ് ആ അധികാരം. ഇയാൾ ആരാണ്? ദേവസ്വം വകുപ്പിനേക്കാളും ദേവസ്വം മന്ത്രിയെക്കാളും വലിയ സൂപ്പർ പവർ ആവാൻ ഇയാൾക്ക് എന്ത് അവകാശമാണ്? അപ്പോൾ ഇയാളൊന്നും ചെയ്തില്ല എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഈ PS പ്രശാന്ത് ആവട്ടെ പത്മകുമാർ ആവട്ടെ പറയുന്ന ഒരേ ഒരു കാര്യം, അത് ചെമ്പുപാളിയാണ്, സ്വർണ്ണപ്പാളി അല്ല എന്നാണ്. അതിന് ദേവസ്വം ബോർഡിന്റെ അറിവിലും കണക്കിലും അത് ചെമ്പുപാളി മാത്രമാണ്. അപ്പോൾ ഇതുവരെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ 99 മുതൽ 2025 വരെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരൊക്കെ ശ്രീകോവിൽ ചുറ്റി നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ളതാണ് കാണുന്നത്. നമ്മൾ മാധ്യമപ്രവർത്തകരും അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്വർണ്ണ നിറമുള്ള ശ്രീകോവിലാണ്. അപ്പോൾ അത് സ്വർണം പൂശിയതാണോ, മുക്കുമണ്ഡമാണോ, സ്വർണ്ണമാണോ, ചെമ്പാണോ എന്ന കാര്യത്തിൽ കൃത്യതയില്ല എന്ന് വരുന്നത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായ പ്രശ്നമാണ്. 1. 2, ഈ തൂക്കം കുറഞ്ഞു എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യത്തിൽ ചെമ്പാണെങ്കിലും 4 കിലോ ചെമ്പ് കാണാതായി എന്നൊരു FIR ഇടണ്ടേ സർക്കാർ? അതാണ് പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ശബരിമലക്ക് വർഷങ്ങളായി പോകുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ സ്വാഭാവിക ദർശനം നടത്തുമ്പോൾ നമ്മളൊക്കെ കാണുന്നത് അയ്യപ്പൻ്റെ ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ ചാർത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് അവിടെ 18ാം പടിയിലും അതോടൊപ്പം തന്നെ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലൊക്കെ കാണും സ്വർണം പൂശി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്വർണ്ണങ്ങൾ പല മേഖലകളിൽ നിന്നും അവിടെ ദക്ഷിണയായിട്ടൊക്കെ ആളുകൾ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ചെമ്പാണോ? ആളുകൾ ഇത് ആരെയെ പറ്റിക്കുന്നത്? ചെമ്പ് പോയാലും സ്വർണം പോയാലും ഇതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞപ്പോഴാണ് ഇത് അന്വേഷണത്തിലേക്ക് വരേണ്ടത്. ഇതൊക്കെ ഈ ദേവസ്വം ബോർഡ് എന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണ്ടേ? ഇത് എന്താണ് ഇവിടെ, ഇത് സ്വർണ്ണമാണോ, ഇത് ചെമ്പാണോ എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ അത് അന്വേഷിക്കേണ്ടത് ആരാണ്? അത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ആരാണ്? ദേവസ്വം ബോർഡിൽ. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത് ചെയ്തില്ല?